ഹലോ, സിന്ധുജാസ് ഡെയിലി ഡാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത് നമ്മുടെ ഏപ്രിൽ 1 നടന്ന ഒരു നെയ്ബറിൻ്റെ കല്യാണ വ്ളോഗാണ്. അതിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. സോ ചെറുക്കനും പെണ്ണും പ്രദക്ഷിണം വയ്ക്കുന്നു, മണ്ഡപത്തിൽ കയറുന്നു. സോ അതാണ് കണ്ടിരിക്കുന്നത്. ഞാൻ നാദസ്വരമൊക്കെ കട്ട് ചെയ്തതാണ്, കാരണം അല്ലെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. സോ പാർട്ടിക്കും വെഡ്ഡിങ്ങിനും ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ആക്സസറീസും എൻ്റെ തന്നെ സിന്ധുജാസ് സാരി ഫാൻസി സ്റ്റുഡിയോയിലാണ്. So the dresses which I have worn for this particular marriage season is from my own studio, Siന്ധുജാസ് Saree Fancy Studio. You can go through my Insta page. എനിക്ക് സാരി ഫാൻസി സ്റ്റുഡിയോയുടെ തന്നെ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യുക, അതിൽ അപ്ഡേറ്റ്സ് കാണാം. അങ്ങനെ പെണ്ണും ചെറുക്കനും ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രദക്ഷിണം വയ്ക്കുന്നു, പോകുന്നു. അടുത്ത തീറ്റ സെക്ഷനിലേക്ക് സ്വാഗതം. അങ്ങനെ സദ്യ സെക്ഷനിലേക്ക് സ്വാഗതം. നല്ല അലപ്പുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിനകത്ത്, തീറ്റ സ്ഥലത്ത്. സോ നമ്മുടെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഇല, ഒരു ഗ്രാൻഡ് കേരള സദ്യ ഇൻ ബനാന ലീഫ് യുവർ സീയിങ്. അതിൽ കുറേ ദർ ആർ സോ മെനി ഡിഷസ്. റൈസ് ഈസ് കമ്മിങ്, ചോറ് വന്നു, പരിപ്പ് വന്നു, നെയ്യ് വന്നു. ഇനി ഇത് വെച്ചിട്ടൊരു പിടി പിടിക്കണം. പരിപ്പ്, ദാൽ ഈസ് കമ്മിങ്, ദാൽ ദെൻ ഗീ. അങ്ങനെ നമ്മളടുത്ത് സാമ്പാർ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് വ്ളോഗറും കൂടെ ആയതുകൊണ്ട് എനിക്ക് തീറ്റയെ കാട്ടി, സദ്യ എൻജോയ് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് ആദ്യം ഇത് വീഡിയോസ് എടുക്കണം. വീഡിയോസ് എടുത്താൽ തിന്നു തീർക്കുമോ, അത് കഴിഞ്ഞൊരു വലിയൊരു ലാഗാണ്. സാമ്പാർ ഇപ്പം വരും, സസ്പെൻസിലാണ്. എത്തി സാമ്പാർ വരുന്നതിന് ചോറ് വന്നു, അതിനുശേഷം സാമ്പാർ ഒഴിക്കും. പിന്നെ അത് ഞാൻ തിന്നും. എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് നിങ്ങളെൻ്റെ വ്ളോഗ് എടുത്താൽ സദ്യ ശരിക്കും വരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ പോകുന്ന കാര്യങ്ങളിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് അത് കൂടുതൽ ആവർത്തനങ്ങൾ വരുന്നത്. കല്യാണ ചെറുക്കനും പെണ്ണും മാത്രം മാറുന്നു, ബാക്കി സദ്യയൊക്കെ ഹിന്ദുസിൻ്റെ ഏകദേശം ഇതാണ്. കുഴപ്പമില്ലായിരുന്നു സദ്യ അത്യാവശ്യത്തിന്. പിന്നെ ചിലവരുടെ നല്ല ഗ്രാൻഡ് കറിയും പായസമായിരിക്കും, ചിലവരുടെ ആസ്തി അനുസരിച്ച് അടുത്ത് നമുക്ക് പായസം വന്നു. അടപ്പായസം ഞാൻ രസകദളി പഴവും കൂടി ഇട്ട് ഞാൻ തിന്നുന്ന രംഗമാണ് എടുത്തത്. ആസ് യൂഷ്വൽ. എങ്ങനെയുള്ള ഡ്രസ്സ് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. ഹൗസ് മൈ ഡ്രസ് ഫ്രം മൈ ഓൺ സിന്ധുജാസ് സാരി ഫാൻസി സ്റ്റുഡിയോ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പായസം വരുന്നു. അടുത്തത് മറ്റേ അരിപ്പായസം, അതും കഴിക്കുന്നു ഞാൻ. ഇത് നമ്മുടെ വീടിൻ്റെ 2 വീടിന് അപ്പുറത്തുള്ളൊരു നെയ്ബറിൻ്റെ കല്യാണമായിരുന്നു. കറക്റ്റ് ഏപ്രിൽ 1 ആയിരുന്നു കല്യാണം. സോ അത് പെണ്ണിൻ്റെ വകയുള്ള ചിലവിലാണ് ഞാനിപ്പോൾ തട്ടുന്നത്. കല്യാണം വന്നിട്ട് നമ്മുടെ വെള്ളയാണിയായിരുന്നു, ആ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ഓഡിറ്റോറിയം. ബോളി വന്നു, പിന്നെ പാൽപ്പായസം വന്നു. അത് കൂട്ടി ഞാൻ നല്ലൊരു പിടി പിടിച്ചു. സോ ഇത് ആക്ച്വലി നേരത്തെ ഇടേണ്ട വീഡിയോ ആണ്, പക്ഷെ ഇങ്ങനെ വച്ചിരുന്നു. മെമ്മറി ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഓർമ്മ വന്ന് അങ്ങനെ എടുത്തിട്ടു. സോ ചോറിൻ്റെ കൊടുത്ത് പുളിശ്ശേരി വന്നു അടുത്ത സെറ്റ്. സോ ദിസ് ഇസ് ദ ഓർഡർ ഹൗ ദ കറീസ് ആർ സെർവ്ഡ് ഇൻ ടിപ്പിക്കൽ കേരള വെഡ്ഡിങ് സദ്യ. ഇപ്പോൾ ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്ത് നോക്കിയപ്പോൾ ഇത് കിടക്കുന്നുണ്ട്. സോ ഞാൻ എടുത്തിട്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് എൻ്റെ വ്ളോഗ്സ് വരാറുള്ളൂ. ചിലപ്പം വെനസ്ഡേ വരും, ചിലപ്പോൾ തേഴ്സ്ഡേ. സോ സദ്യയൊക്കെ കഴിച്ച് ഞാൻ ഫ്രണ്ടിൽ വന്ന് ഇരിക്കുകയാണ്. വെൽക്കം ടു മൈ റിസപ്ഷൻ പാർട്ടി വ്ളോഗ് സെഷൻ ഓൺ ദ സെയിം ഡേ. വെൽക്കം ടു മൈ ചാനൽ സിന്ധുജാസ് ഡെയിലി ഡാസ്. സോ SFS ചർച്ചിൻ്റെ താരത്ത് ഒരു പാർട്ടി ഹോളിലാണ് വന്നത്. ഞാൻ അറിയാതെ SFS ഫ്ലാറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ കിടക്കുന്നത്. അതല്ല സംഭവം ഇതാണ്. മഞ്ചാടിമൂടായിരുന്നു ലൊക്കേഷൻ. ബാക്കി കാണിക്കാൻ പറ്റി. സോ ഇത് അതേ ദിവസം അവരുടെ പാർട്ടിയാണ്. ചെറുക്കൻ്റെ വീട്ടുകാരുടെ വകയാണ് നമ്മൾ വിളിച്ചിരുന്നത്. സോ അവരുടെ ചിലവാണിത്. SFS ഫ്ലാറ്റിലായിരുന്നു മഞ്ചാടിമൂട്. ഞം കുറേ വാഴയ്ക്കപ്പം ചുട്ടിട്ടിരുന്നു. എൻ്റെ പൊന്നെ ഭയങ്കര ചൂടായിരുന്നു, കടിക്കാൻ പോലും വയ്യ. പിന്നെ ചായ, കോഫിയിലായിരുന്നു ചായ. എങ്ങനെയുണ്ട് എൻ്റെ ഈ ലുക്ക്? ഇതും എൻ്റെ തന്നെ സിന്ധുജാസ് സാരി ഫാൻസി സ്റ്റുഡിയോ എന്നാണ് ഞാൻ ഈ ലുക്ക് ഇത് ചെയ്തത്. ആക്ച്വലി ഞാനൊരു പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ക്യൂട്ടായിട്ടുള്ള ക്രിസ്റ്റൽ പൊട്ട്. അത് എൻട്രൻസിൽ കയറിയപ്പോൾ 10 താഴെ വീണു. സോ അങ്ങനെ ഞങ്ങളാണ് ആദ്യം വന്നത്, എൻ്റെ ഫാമിലി. പിന്നെ ഈ പാർട്ടിക്ക് ഒരു പ്രത്യേകത, പെണ്ണും ചെറുക്കനും കറക്റ്റ് ടൈമിന് ഒരുങ്ങി വന്നിരുന്നു.
കുറേ സമയത്തിന് ശേഷം നമ്മൾ ഇത് കഴിക്കാൻ തുടങ്ങി. അവരുടെ ചിലവ് ചിക്കൻ, അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് നല്ല ടേസ്റ്റായിരുന്നു. വേസ്റ്റാക്കാനൊന്നും ഇല്ലായിരുന്നു. ബീഫ് ഞാൻ മിസ് ചെയ്തു, ബട്ട് ഇറ്റ്സ് ഓക്കെ. അന്ന് ബീഫിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. ചിക്കനും ഇതൊക്കെ വെച്ച് കഴിച്ചു. ഞാൻ ബീഫിൻ്റെ ഒരാളാണ്. ആക്ച്വലി ഈ പയ്യൻ്റെ അമ്മയൊക്കെ പറഞ്ഞ ഇച്ചിരി ലേറ്റായി, അമ്മയൊക്കെ കാണണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഫുഡൊക്കെ അടിച്ചു. ഞാനിത് വേറൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പിന്നെ വിചാരിച്ചു വേണ്ട, ഇതൊരു കുഞ്ഞു വ്ളോഗായിട്ടേ കിടക്കും, അപ്പോൾ അതിലും ബെറ്റർ ഒന്നിച്ചങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക് ഡിയേഴ്സ്? സോ ആദ്യമായിട്ടാണ് പാർട്ടിയും വെഡ്ഡിങ് വ്ളോഗും കൂടെ ഞാൻ ഒരുമിച്ച് ചെയ്യുന്നത് ഒരേ കല്യാണത്തിൻ്റെ. ഐസ്ക്രീം ഒരു മൂലയ്ക്കായിരുന്നു അവർ വെച്ചിരുന്നത്. കിട്ടിയവന് കിട്ടി, അറിഞ്ഞവൻ വന്നു. ഗുലാബ് ജാമിനും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്ത്. നല്ല ടേസ്റ്റായിരുന്നു. സോ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞം 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 തിന്നുന്ന രംഗമാണ്. എനിക്ക് തോന്നുന്നു ഈ കൊല്ലത്തെ അവസാനത്തെ നെയ്ബറിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതാണ് ഇതെന്ന്. ഇനിയുള്ള നെയ്ബറിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിൻ്റെ ഹിസ്റ്ററി എന്നൊക്കെ കൊന്നപ്പൂവിൻ്റെ കേസ് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. അതുമല്ല അതിൻ്റെ ബർത്ത്ഡേയുടെ ദിവസമായിരിക്കും അത് വരുന്നത്. എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഞാൻ എൻജോയ് ചെയ്യും, ബിക്കോസ് ഇറ്റ്സ് മൈ ഡേ. അങ്ങനെ പെണ്ണും ചെറുക്കൻ്റെയും ഫോട്ടോ SF ഫ്ലാറ്റിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ ചർച്ചിൻ്റെ കുഞ്ഞി ഒരു ഓഡിറ്റോറിയമാണ് അത്യാവശ്യം. നമ്മുടെ വ്ളോഗ് എങ്ങനെ അവസാനിക്കുന്നു? സിന്ധുജാസ് ഡെയിലി ഡാൻസിൽ ഈ ഒരു റിസപ്ഷൻ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.